ഇപ്പോൾ ഖത്തറിൻ്റെ മുതലാളി തെമീം എന്ന് പറഞ്ഞാലും ഇവിടെ ആ പേപ്പർ ഇല്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ പോകണം. പക്ഷെ നമ്മൾ ഇവിടെ ക്രോസ് ചെയ്യാൻ പോകും. ഇവിടെ ഈ റോഡ് ഒഫീഷ്യലി ക്ലോസ്ഡ് ആണ്. പക്ഷേ ഇവിടെ അങ്ങനെ വണ്ടിക്കാരൊക്കെ പോകുന്നുണ്ട്. ഒക്കെ ഡ്രൈവറെ മെടുക്കുവാലുണ്ടാവും. നമ്മളേതായാലും അതിലാണ് പോണേ. കൂടി വളരെ സങ്കടത്തോടു കൂടി ഞങ്ങൾ തിരിച്ചു പോവാണ്. നമ്മൾ പൂർവാധിക ശക്തിയോടെ നല്ലൊരു തീരുമാനമായിട്ട് വീണ്ടും വരുന്നുണ്ട് അല്ലേ. വെൽക്കം ബാക്ക് അഗൈൻ. ദിൽഷാദാണേ. സലാം അലൈക്കും, മർഹബൻ യാ ഷബാബ്, മർഹബൻ ബിക്കും ഫി മംലക്കത്തിൽ അറബിയത്തി സൗദിയ. നമ്മൾ ദമാമിലാണുള്ളത് കേട്ടോ. ഒരാഴ്ചയായി വന്നിട്ട് ഞാൻ ആരോടും പറയാതെ അവിടെ ജുബൈലിൽ പോയി ഒളിച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഒരു മാസം മുന്നേ നമ്മൾ കൊച്ചി പോർട്ടിൽ നിന്ന് ഖത്തറിലേക്ക് ഷിപ്പ് ചെയ്തിട്ടുള്ള നമ്മുടെ മഹീന്ദ്ര താർ ഖത്തറിലെത്തിയിട്ടുണ്ട്. നമ്മളിപ്പം ഇവിടുന്ന് ദമാമത് ഖത്തറിൽ പോകാൻ വേണ്ടിയിരിക്കുക കേട്ടോ. ഞാനുണ്ട്, ഭാവിയുണ്ട് കേട്ടോ. ബാൻ്റെ MTCൻ്റെ മുന്നിലാണുള്ളത്. സമയം 3:30 മണിയിട്ട്. ഇവിടെ മൊത്തം ഇന്ന് ഹർത്താലാണ്. ഇന്ന് ബന്ധോ ലീവോ എന്തോ ആണ്. ഇവിടെ എന്താ ഹർത്താലാ? നമുക്കേ 400 കിലോമീറ്റർ ഉണ്ട് ഏകദേശം ഇവിടുന്ന് ദോഹയിലെത്താൻ. അല്ലേ ബോസ്? പോവാ. ഇവിടെ ഉച്ചയ്ക്ക് ശേഷം ഇവിടെ എല്ലാവർക്കും ഒരു ഉച്ചോർക്കുണ്ട്, പൂച്ചോർക്ക്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഇവിടെ കടകളൊക്കെ ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ഒരു ഹർത്താൽ ദിവസം പോലെയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് വെച്ചിട്ട് നമ്മൾ ഇവിടുന്ന് മുങ്ങാണ്. അതോടൊപ്പം സീറ്റ് ബെൽറ്റ് ഇടാണ്ട്. ശരിക്കും ഒരാഴ്ചയായിട്ട് വന്നിട്ട് ഈ ഒരാഴ്ച എനിക്കിവിടെ എന്തേലും പണിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളതിന് ശേഷം ഇക്കാമെടുത്ത് നമ്മൾ ലൈസൻസ് എടുക്കാൻ വേണ്ടി കൊടുത്ത്. ലൈസൻസ് എനിക്ക് ഓൾറെഡി മുന്നേ 2016 എക്സ്പയർ ആയ ഒരു ലൈസൻസ് ഉണ്ടായിരുന്നു സൗദിൻ്റെ. അത് നമ്മൾ വീണ്ടാമതും റിന്യൂ ചെയ്തെടുക്കുകയാണ്. അങ്ങനെ കുറച്ച് പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. പിന്നെന്താ, അപ്പോൾ അങ്ങനെ ആയിട്ട് നമ്മളൊരു ആഴ്ച വ്ളോഗൊന്നും എടുത്തില്ല. ശരിക്കും ഖത്തറിൽ നിന്നാണ് ഈ ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടുന്ന് ഇങ്ങനെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മുണ്ടിയും പറഞ്ഞ് പോകാമല്ലോ. പിന്നെ ആദ്യമായിട്ടാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്ന പോലെ ഇപ്രാവശ്യം ഞാൻ കഫീലിന് മുന്നിൽ ഇങ്ങനെ കാലൊക്കെ കയറ്റിച്ചിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് പേടിയാണ് കഫീലിനെ. ഇപ്പോൾ കഫീൽ ഭാഗമായതുകൊണ്ട് എനിക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ കാലൊക്കെ ഇങ്ങനെ മണപ്പടക്ക് വെക്കാം. ഇനിയിപ്പോൾ ഇതിവിടെ ഇങ്ങനെ വെച്ചാലും ഭാഗത്ത് പറയുന്നില്ല, പക്ഷേ പോലീസ് പിടിക്കും. ലൊക്കേഷൻ ആണോ? ഒരു രാജ്യത്തൊക്കെ കൊണ്ട് ലൊക്കേഷൻ ഇടുന്നത് അല്ലേ, ഒരു സംഭവം തന്നെ. സാധാരണ നമ്മൾ തെറ്റമ്മൽ തച്ചെണ്ണ ഒതായിക്കൊക്കെ ലൊക്കേഷൻ ഇടുന്ന മാതിരിയെ ഖത്തർ. പിന്നെ എൻ്റെ ക്യാമറക്ക് എന്തോ പറ്റിയിട്ടോ. ഞാൻ ഇത് ഇൻട്രോ എടുത്ത പോലെയല്ല, എന്തോ ഇതൊന്നെങ്കിലും ഇത് അപ്ഡേറ്റ് ചെയ്യാനായിട്ടോ, അല്ലെങ്കിൽ ഇതിൽ വൈറസ് കുടുങ്ങി തോന്നുന്നുണ്ട്. അതൊക്കെ ഇതിന് അവിടെ ഇരുന്ന് പറയുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലാവണില്ലേ? ഇപ്പോൾ എന്നാ അദാമ എന്ന് പറഞ്ഞൊരു ഡിസ്ട്രിക്റ്റ് ആണല്ലേ, ഒരു ജില്ല അല്ലേ? ഓക്കെ. ഏത് ഡ്രൈവ് ആകട്ടെ, ലെഫ്റ്റ് റൈറ്റ്. ഓ ഗായ്സ്, നന്നായി നമ്മുടെ ക്യാമറ. ഈ ക്യാമറക്കില്ല ഇനി പ്രശ്നം പറഞ്ഞു. ഏതായാലും ഓണായി കിടക്കണല്ലോ. ഇവിടുന്ന് ഒരു 4 മണിക്കൂർ കൊണ്ട് നമ്മൾ ദോഹയിലെത്തും. അതിൻ്റെ ഇടയിൽ നമുക്കൊരു ബോർഡർ ക്രോസ് വരുന്നുണ്ട്. പിന്നെ ഞാൻ ഖത്തറിൽ പുതിയ വിസക്കാരനായതുകൊണ്ട് അവിടെ നമ്മൾ റെസിഡൻ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ ഇനി പ്രശ്നം ഉണ്ടാവില്ല അല്ലേ? അങ്ങനെ ബൈ എയർ തന്നെ വരണമെന്നൊന്നും ഇല്ലല്ലോ, ബൈ റോഡ് വന്നാലോ പ്രശ്നമില്ല. ഓക്കെ. അപ്പോൾ നമ്മൾ ആ വിസ അവിടുന്ന് എടുത്തിട്ട് നമുക്ക് ഇന്നോ നാളായിട്ട് ഖത്തറിൻ്റെ നാഷണൽ ID കിട്ടും. കിട്ടി ഞാൻ പരിപാടി കഴിഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ചെല്ലുന്നത് പോർട്ടിലേക്കാണ്. അതാ അവിടെ എപ്പോഴും ഇങ്ങനെ നോക്കിയാൽ നമ്മൾ ഷോർട്ട് കട്ട് അടിച്ചാണ് ഖത്തർക്ക് പോകുന്നത്. ഖത്തർക്ക് വരെ ഷോർട്ട് കട്ടാണ്. നോർമലി മാപ്പ് എടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കാണിക്കും അല്ലേ? ഇത് കുറച്ച് കുറേ വളഞ്ഞ് തിരിഞ്ഞത്. അവിടെ നിന്ന് ഇങ്ങോട്ട് ലെഫ്റ്റ് എടുത്തിട്ട് ഇങ്ങനെ പോകണം. പക്ഷെ നമ്മൾ ഇവിടെ ക്രോസ് ചെയ്യാൻ പോകും. ഇവിടെ ഈ റോഡ് ഒഫീഷ്യലി ക്ലോസ്ഡ് ആണ്. പക്ഷേ ഇവിടെ അങ്ങനെ വണ്ടിക്കാരൊക്കെ പോകുന്നുണ്ട്. ഒക്കെ ഡ്രൈവറെ മെടുക്കുവാലുണ്ടാവും. നമ്മളേതായാലും അതിലാണ് പോണേ. ആ റോഡ് ഞാൻ കാണിച്ചോട്ടെ. ഇവിടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ബുള്ളറ്റ് വന്നിട്ട് ഫുള്ള്
പിന്നെ ഈ സാൻഡ് റോഡിൽ കയറിയിട്ട് അവിടെ സ്റ്റക്ക് ആയില്ല നമ്മൾ. അതിൻ്റെ ഒരു വ്ളോഗ്, അതിൻ്റെ മാത്രം ഒരു വ്ളോഗ് തന്നെ ചെയ്തിട്ടുണ്ട് ഞാൻ. ആ റോഡ് നമ്മളിപ്പം വണ്ടിയിട്ട് അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ പോകട്ടോ. സൗദിയിൽ ഇപ്പോൾ കാലാവസ്ഥ ഇങ്ങനെ മാറി വരുന്ന സമയം കേട്ടോ. അപ്പോൾ അധിക ദിവസം ഇവിടെ വൈകുന്നേരമൊക്കെ ആയ ഫോഗ് ഉണ്ടാവും. പിന്നെ ഇങ്ങനെ തണുപ്പ് ഇങ്ങനെ കൂടി കൂടി വരുന്നുണ്ട് ഓരോ ദിവസവും. എന്നാലും കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര ഒന്നും ഇല്ല തോന്നുന്നുണ്ട് അല്ലേ? അവിടെ കണ്ടു റെഡ് ബോർഡ്. ആ റെഡ് ബോർഡ് വരെ ശരിക്ക് ഹൈവേ ഉള്ളത്. കഴിഞ്ഞാൽ പിന്നെ നേരെ പോകേണ്ടവർക്ക് പോവാം. റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് നേരെ പോവാം. അല്ലാന്നുണ്ടെങ്കിൽ അവിടുന്ന് റൈറ്റ് എടുത്തിട്ട് ഇങ്ങനെ കറങ്ങി പോകണം. ഇതിൽ പോകുമ്പോൾ ഒരു 100 കിലോമീറ്റർ അടുത്ത് ലാഭം. അപ്പോൾ ഖത്തർക്ക് പോവുകയാണെങ്കിൽ ശരിക്ക് കുറച്ച് ഒരു എഫിഷ്യൻ്റായ വണ്ടി ഉണ്ടെങ്കിൽ ശരിക്കും അങ്ങനെ പോവാം. റോഡ് ക്ലോസ്ഡ് കേട്ടോ. നമുക്ക് അതാണ് റിസ്ക് എടുക്കാൻ താല്പര്യമുണ്ട്. നമ്മളതിൽ പോവാം. രാത്രിയായി കാണാം എന്തൊക്കെയാണ് സംഭവിക്കാന്ന്. ഒക്കെ ആയിരുന്നു ഈ സ്ഥലത്തിൻ്റെ പേര്. പക്ഷെ ഇത് ഗൂഗിൾ മാപ്പിൽ സാധനം അപ്ഡേറ്റ് ചെയ്തില്ല. കാരണം നമ്മളിപ്പോഴും അതിൽ കുടിക്കുവാണ് പോണത്. മാപ്പിൻ്റെ പണി പടത്തിപ്പോൾ കഴിഞ്ഞ് ഇവിടെ. ഇവിടുന്ന് വേറെ ഏതോ വൈക്കാണല്ലോ പോണ്ടി കഴിഞ്ഞ്. എല്ലാവരും തൊടി കൂടെ തന്നെ പോണേ. അപ്പം നമ്മൾ തൊടി കൂടെ പോവാം. പക്ഷെ ആയിക്കൂടെ ട്രക്കത് വരുന്നേ. ഒരു വിധം ഒക്കെ ആ ചെങ്ങായി നോക്കുന്നുണ്ട്. ആ വണ്ടി തന്നെ പോകണം. ആ അതിൽ പോട്ടെ. ആ ട്രക്ക് ഇങ്ങോട്ട് വരാനുള്ളതാണ്. ഓൻ അതിൽ വരും ഒക്കെ. ഓൻ ഇങ്ങോട്ട് വരാൻ കഴിയാതൊക്കെ അപ്പുറം അതിലൊരു വഴി ഉണ്ടല്ലോ അങ്ങനെ ആ സൈഡിൽ കൂടെ. ഓനെ കുത്തി പൊളിക്കാനുള്ള പരിപാടിയാ? ഇല്ല അതിലെ പോവും. ആൾക്കാരിങ്ങനെ പറയും എന്തിനാ ആവശ്യത്തെ പണിക്കുന്നത്, നല്ലപോലെ റോഡ് കൂടെ പോയ പോലെ നമ്മൾ നിൽക്കും. പോട്ടെ, ഫോറിലല്ലേ. ഒരു കടമ്പ് കഴിഞ്ഞ് ഇതിലെങ്ങനെ പോയാൽ മതി എന്ന് പറഞ്ഞോളൂ. അപ്പം നമ്മൾ വന്നമാതിരി എല്ലാവരും വരിക. ചെറിയ വണ്ടിയാണെങ്കിൽ വരാക്കുക. മനസ്സിലായോ? നമ്മളെ കൂടെ ഖത്തർക്ക് വരുന്നല്ലോ. മുന്നാണ്ട് പോന്നിട്ട് ആകാശത്തേക്ക് നോക്കിയാണ് നിൽക്കും. എന്നാ പിന്നെ ആ വയ്യോട് തുറന്നാ പോരെ അല്ലേ? അവിടുന്നാണ് നമ്മൾ കൂട്ടിയെടുത്തത്. എന്നാ ഈ വയ്യോട് തുറന്നാ പോരെ. എന്തായാലും ആൾക്കാർ പോകാൻ വിചാരിച്ച പോവും. ആരോട് പറയാം. നമ്മളെ മെമ്പർ അസീസ് ഇടപെടണം ഇതിൽ. എൻ്റെ അഭിപ്രായത്തിൽ നമ്മളെ സൗദി ഖത്തർ ബോർഡർക്ക് ഇത് എത്തണ്. ഇനി എത്തുമെന്ന് അറിയില്ല. അതിൻ്റെ ഇടയിൽ നമ്മളെ വണ്ടി ഒന്ന് നിന്ന് നമ്മൾ അതിൻ്റെ ഇടയിൽ നിന്ന് ലേസറെ കാറ്റുള്ള വണ്ടി നിർത്തി. ഏതായാലും സൽവ 2 കിലോമീറ്റർ, ഖത്തർ 5 കിലോമീറ്റർ. പോയി നോക്കാല്. നമ്മളെ പരിപാടികളൊക്കെ കഴിഞ്ഞ് വെൽക്കം ടു ഖത്തർ. പിന്നെ ഇവിടെ നമുക്ക് തൈമീൻ ഇൻഷൂർ എടുത്തിട്ട് നേരെ ഖത്തർക്ക്, ശരിക്കത്തെ ഖത്തർക്ക് കണ്ട് കയറും. ഞാൻ ഒഫീഷ്യലി ആദ്യമായിട്ടാണ് ഖത്തറിലേക്ക് വരുന്നത് കേട്ടോ. അങ്ങനെ കണക്ഷനായിട്ടും പിന്നെ മുന്നേ അങ്ങനെ എന്തോ 1-2 പ്രാവശ്യം വന്നിട്ടുണ്ട്. പക്ഷെ നമ്മളൊരു ജോബ് വിസൊക്കെ ആയിട്ട്, ഒരു ഓഡിറ്ററൊക്കെ ആയിട്ട് ഫസ്റ്റായിട്ട് വരികയാണ്. ഏതായാലും ഇന്ന് നമുക്ക് ഇനി സമയം 1 രാത്രി, ബാക്കി നമുക്ക് നാളെ കണ്ടാൽ പോരെ. ശരിക്കത്തെ ഖത്തർ നമുക്ക് നാളെ കാണാം. ഖത്തറിനാണ് ശരിക്കും ഞാൻ ഇൻട്രോ പറഞ്ഞ് തുടങ്ങേണ്ടിയത്. പക്ഷേ എനിക്ക് സൗദിയിൽ വന്ന് ഞാൻ ഒരാഴ്ച കഴിഞ്ഞ്. ഇപ്പോൾ സൗദിയിൽ നിന്ന് ഇൻട്രോ പറയാതെ കണ്ട് പോന്നു കഴിഞ്ഞാൽ അതൊരു മര്യാദകേടാണ്. നമ്മൾ പിന്നെ ഉടനെ തിരിച്ചു പോവാവേ. ഇനി തലക്കന്നോട്ട് വരുന്നതൊക്കെ കിട്ടിയതിന് ശേഷം. ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറയണം എന്നുണ്ട്. പക്ഷേ സമയം ഉച്ചരയായി. നമ്മൾ
ദോഹയിൽ എവിടെയോ ഉണ്ട്. ഇത് എവിടെ ദോഹയിൽ നിന്നാവൂലേ? ദോഹ അങ്ങാടി തന്നെ. പിന്നെ ഖത്തർ അങ്ങാടിയില്ലേ നമ്മളെ വണ്ടി ഇവിടെ അവിടെ വണ്ടി വെച്ച് നടന്നത്. കുറേ കാര്യങ്ങൾ പറയാണ്ടിട്ട് നമ്മൾ ശരിക്കും ഇന്നൊന്നല്ല, ഇന്നലെ മിനിയാന്നും ആണല്ലോ ഇവിടെ എത്തിയത്. അതിന് ശേഷം ആ വ്ളോഗ് ഇപ്പോഴാണ് ഇത് കണ്ടിന്യൂ ചെയ്യുന്നത്. വണ്ടി കയറിയിട്ട് ബാക്കി പറയാം. പ്രശ്നമാണ്, മൊത്തം പ്രശ്നമാണ്. നമ്മൾ ഈ ഒരു ട്രിപ്പിൻ്റെ പ്രശ്നങ്ങളുടെ ബാണ്ടക്കെട്ട് ഞാൻ തുറന്ന് ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ അറിയിക്കുന്നു. ഇവിടെ വണ്ടി എത്തിയിട്ട് ശരിക്കൊരു ആഴ്ച കഴിഞ്ഞിട്ടോ, ഒരാഴ്ച ഒന്നും അതിലേറായിന്. മീൻ മണക്ക് ഇവിടെ മീനാ പോർട്ടിൽ പോയി. അപ്പോളേ നമ്മളെന്തുകൊണ്ടപ്പോൾ ഖത്തർക്ക് വണ്ടി വിട്ടു അറിയോ? ഇതിന് സീറ്റ് ബെൽറ്റ് ഇടാനല്ല. ഖത്തർക്ക് എന്തിനാണ് വണ്ടി അയച്ചത് വെച്ചാൽ ദുബായ്ക്ക് വണ്ടി ഈസി ആയിട്ട് കയറി പോരും. നമുക്ക് കുറഞ്ഞ ഷിപ്പിംഗ് ചാർജ് ഉള്ളൂ. പിന്നെ ദുബായിൽ വണ്ടി ഈസി ആയിട്ട് റിലീസാക്കാനും പറ്റും. പക്ഷേ ദുബായിൽ നിന്ന് സൗദിക്ക് ഓടിച്ച് പോകാൻ പറ്റില്ല. സൗദി റൈറ്റ് ഹാൻഡ് ഡ്രൈവ് അനുവദിക്കണില്ലാത്തതുകൊണ്ട് തന്നെ അനുവദിക്കുകയാണ് തന്നെ ഒരുപാട് പണി. നമ്മളെ കയ്യിലൊരു പേപ്പറൊക്കെ ഉണ്ട്, പക്ഷേ അതൊന്നും സാക്ഷ്യതല്ല. അവർ ഓരോ സമയത്ത് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ അതങ്ങോട്ട് പറയും. അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ ഖത്തറിലേക്ക് വണ്ടി അയച്ചത്. ഖത്തർക്ക് വണ്ടി അയച്ചിട്ട് ശരിക്കും ഒരു മാസമായി. പിന്നെ ഒരാഴ്ച മുന്നേ ഇവിടെ ഖത്തറിലെത്തി. അത് ഖത്തറിൽ നിന്ന് ദുബായിൽ പോയി, ദുബായിൽ നിന്ന് ദമാം പോയി, ദമാമിൽ നിന്ന് വീണ്ടും ഖത്തറിലേക്ക് വന്നിട്ടാണ് ചെയ്തത്. അങ്ങനെ 2-3 ദിവസമായി ഇപ്പോൾ ഞാനും ഭാവിയും ഇവിടെ മുറൂറിൽ കയറി ഇറങ്ങണേ. ഇവിടെ വിഷയം എന്താ വെച്ചാൽ കസ്റ്റംസിൽ നിന്ന് വണ്ടി വിട്ടുന്നില്ല. ഈ വണ്ടി റൈറ്റ് ഹാൻഡ് ഡ്രൈവ് വണ്ടി ഇവിടെ ഓടിക്കണമെങ്കിൽ മുറൂറിനൊരു പേപ്പർ വേണം. മുറൂറിന് അവിടുത്തെ ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റിൽ ചെല്ലുമ്പോൾ അവർ പറയും ഇവിടുന്ന് അങ്ങനെ ഒരു പേപ്പർ നമ്മൾ അനുവദിക്കുന്നില്ല എന്ന്. അപ്പോൾ ഇന്നും കൂടി രാവിലെ നമ്മളെ ക്ലിയറിങ് ഏജൻറ്റിൻ്റെ കൂടെ ചെന്ന് സംസാരിച്ച് കുറേ നേരം സംസാരിച്ച് ഒരു നിലക്കും അനുവദിക്കില്ല. ഇവർ പറയാൻ വെച്ചാൽ ഇനിയിപ്പോൾ ഖത്തറിൻ്റെ മുതലാളി തെമീം എന്ന് പറഞ്ഞാലും ഇവിടെ ആ പേപ്പർ ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ മുന്നേ ഇന്ത്യൻ വണ്ടികൾ വന്നിട്ടുണ്ട്. ബൈ റോഡാണെങ്കിൽ വരാം, അങ്ങനെയാണ് ഇവർ പറഞ്ഞത്. ബൈ ലാൻഡ് ആണെങ്കിൽ കയറി പോകുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ചിലപ്പം പിന്നെ ഇവിടെ നിന്ന് ഒരു പാസ് തരും ബോർഡറിന്. അത് വെച്ചിട്ടാണെങ്കിൽ ഇവിടെ ഉപയോഗിക്കാമായിരുന്നു, ഓടിക്കാമായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. നേരെ മറിച്ച് ഷിപ്പ് ചെയ്ത് വരുമ്പം ഇവിടുന്ന് ഒരു ഇന്ത്യൻ വണ്ടി, ഇതുവരെ റൈറ്റ് ഹാൻഡ് ഡ്രൈവ് വണ്ടി ഇവിടെ വന്നിട്ടില്ല. പണ്ടൊരു ഷെയ്ക്കിൻ്റെ വണ്ടി യൂറോപ്പിൽ നിന്ന് വന്നിട്ട് വരെ ഇവിടെ റിലീസ് ചെയ്ത് കൊടുത്തിട്ടില്ല അത്ര റൈറ്റ് ഹാൻഡ് ഡ്രൈവ് വണ്ടി അതിൻ്റെ പേരിൽ. അപ്പോൾ നിലവിൽ അങ്ങനെ നിലാമുകളില്ല, അങ്ങനെ ഒരു നിയമം ഇല്ല. അവർ അനുവദിക്കൂല അങ്ങനെ പേപ്പർ തരാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ഇനി നാളെ ഫൈനലായിട്ടൊരു അറ്റംപ്റ്റ് കൂടി നമ്മൾ നടത്തുന്നുണ്ട്. പിന്നെ ഇവിടെ സൗദിക്കും ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ളത്. അതിലും കൂടിയും സക്സസ് ആയില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ മുന്നിൽ വേറൊരു ഓപ്ഷനാണുള്ളത്. ഒന്നെങ്കിൽ വണ്ടി ഇവിടുന്ന് ഞാൻ ദുബായിലേക്ക് ഷിപ്പ് ചെയ്തിട്ട് ദുബായ് ഒമാനും കറങ്ങിയിട്ട് വീണ്ടും ദുബായിൽ നിന്ന് ഇറാനിലേക്ക് ഫെറി ചെയ്യാം. അല്ലാതെ ഈ വണ്ടി നേരെ നാട്ടിൽ തിരിച്ച് വെച്ചിട്ട് അവിടെ നിന്ന് പണിക്ക് പോവാം. ഇപ്പോൾ തൊഴിലുറപ്പിനൊക്കെ 300-350 ഒക്കെ ഉണ്ടല്ലോ അല്ലേ? എന്താ തരീണേ? എന്തായാലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇനി പണിക്ക് പോകേണ്ടി വരും മിക്കവാറും. പിന്നെ ഇതെല്ലാം ഒഴിവാക്കിയിട്ട് ഇനി എൻ്റെ ബൈക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാമെന്നാണെന്നുണ്ടെങ്കിൽ ആദ്യം ഈ വണ്ടി അവിടെ എത്തിക്കണം. പിന്നെ ബൈക്കിന് വേറെ കാറിട്ട് എടുക്കണം, ഷിപ്പ് ചെയ്യണം, എല്ലാം കൊണ്ടും ലാഭം. അപ്പോൾ നമ്മളെ ഈ യാത്രയുടെയും പ്രശ്നങ്ങൾ ഇതോടുകൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുന്നു. നമ്മളെല്ലാ യാത്രയിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഈ യാത്രയിൽ തുടങ്ങിയിട്ടുണ്ട്. ഞാനിത് ഏകദേശം സൗദിക്ക് കയറുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങുകയെന്ന് വെച്ചാൽ പക്ഷേ നമുക്ക് ഇവിടെ തന്നെ കിട്ടിയിട്ട് അതുകൊണ്ട് സന്തോഷം. ഇവിടുന്ന് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ തരണം ചെയ്ത് ഇങ്ങനെ പോകാമല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ നിലവിലുള്ള ഓപ്ഷൻ. ഇത് നടന്നില്ലെന്ന് എന്നോട് ദയവ് ചെയ്തിട്ട് ആരും ഒന്ന് വിചാരിക്കുക. ഇതിനെ കൊണ്ട് കഴിയണമാരി പരിശ്രമിക്കുന്നുണ്ട് ഞാൻ. അത് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ദുബായ് കൊണ്ടുപോകാം. എന്നാലും ദുബായിൽ സൗദി കയറാൻ പറ്റൊന്നുമില്ല. റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ആണെങ്കിൽ കയറാം. പണ്ട് ഇവിടെ ഒരു പേപ്പർ കൊടുത്തിരുന്നു, ആ പേപ്പറിൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ആ പേപ്പർ വെച്ചിട്ട് ഇപ്പം കയറ്റുന്നില്ല. എന്തായാലും ഈ സത്യത്തിൽ ഞാൻ ഇനിയിപ്പോൾ ഈ ഖത്തറിലുള്ള മലയാളികൾ, ഖത്തറിലല്ല അറബ് രാജ്യത്തിലുള്ള മലയാളികൾ എന്നോട് വെറുപ്പൊന്ന് വിചാരിക്കുന്നത്. ഞാൻ എൻ്റെ ഒരു ഇത്ര കാലത്ത് ഞാൻ ഈ ഗൾഫ് രാജ്യത്ത് വണ്ടി അങ്ങോട്ട് കൊണ്ടുവരുന്നതിൻ്റെ ഒരു പ്രയാസത്തിൽ പറയുകയാണ്. ഇവിടെ ശരിക്കും നല്ല ഡെവലപ്മെൻ്റ് ഉണ്ട്. ഇവർ ഒരുപാട് വളർച്ചയിലെ പാതയിലാണ്, നല്ല വികസനം ഉണ്ട്. ഇവരെ ബേസിക് നീഡ്സുകളൊക്കെ നല്ല ഡെവലപ്പ് ഉണ്ട് എല്ലാ വിഷയത്തിലും. പക്ഷേ ഇവർ ഈ ചില ചിന്താഗതികളൊക്കെ ഇപ്പോഴും പഴയ തന്നെ. കാരണം ഇവർക്ക് ഈ പുറത്തുനിന്നൊരു വണ്ടി ഇവിടെ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ഈ കൈകാര്യം ചെയ്യുന്നതെന്നുള്ള അറിയില്ല. എന്നൊക്കെ രാവിലെ മുറൂറണ്ട് എറിഞ്ഞിക്കാവേ ഇപ്പോൾ ഓടുന്നു. ഇവിടെ എൻ്റെ വലത്തെ ഇവിടെ അടുത്തുള്ള വണ്ടി തന്നെ ആദ്യം കോട്ടം കഴിക്കുന്നില്ല പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ അല്ലോ അധിക സ്ഥലത്തുണ്ട്. എനിക്കത് അനുഭവപ്പെട്ട കാര്യമാണ്.
സംഭവം ഇവിടെ എല്ലാ കാര്യങ്ങളും സിസ്റ്റമാറ്റിക് ആണ്, എല്ലാം ഓൺലൈനിൽ ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കൂടിയിട്ടും ഈ ആൾക്കാരുടെ ചിന്താഗതി ഇപ്പോഴും കുറേ പഴയ ചിന്താഗതി. ഇവിടെ അങ്ങനെ നിയമം ലെവലാണെങ്കിൽ ഒരുപാട് സഞ്ചാരികളെ ക്ഷണിക്കുന്നുണ്ട്. സഞ്ചാരികൾ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യേണ്ടി അറിയില്ല. ഏറ്റവും വലിയ ചോറ MVD ഉള്ളത് ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റ് ഉള്ളത് നമ്മളെ നാട്ടിലാണെന്ന് ഞാൻ കരുതിയിരുന്നത്. അവിടെ പോലും ഗൾഫ് രാജ്യത്ത് നിന്ന് വരുന്ന ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് വണ്ടികൾ ഓടിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും ഖത്തർ പോലുള്ള രാജ്യം ഒന്നും ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ദുബായിൽ ഓക്കെയാണ് കേട്ടോ, ദുബായിൽ ആ കാര്യത്തിലൊക്കെ പെർഫെക്റ്റ് ഓക്കെയാണ്. സൗദിയിലും ഇതേ വിഷയമുണ്ട്. ഈ വണ്ടി റൈറ്റ് ഹാൻഡ് ഡ്രൈവ് വണ്ടി കയറ്റാൻ. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ യൂറോപ്യൻസ് വരുമ്പോൾ കയറ്റും, ഇന്ത്യക്കാരാണ് കയറ്റാത്തത്. യൂറോപ്യൻസ് മുന്നേ കയറി പോയിട്ടുണ്ട് സൗദിക്ക്, ആ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ പ്രശ്നം നിലവിലുണ്ട്. അപ്പോൾ എന്നോട് ദയവായിട്ടൊന്നും വിചാരിക്കരുത്. ബാക്കി നമുക്ക് തൽക്കാലം ഇവിടെ എത്തിയ സ്ഥിതിക്ക് ഖത്തർ അങ്ങാടിയൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഖത്തറിൽ എത്തിയ സ്ഥിതിക്ക് നമ്മളൊക്കെ ഒന്ന് കാണിച്ചു തരാം ഞങ്ങൾക്ക്. പിന്നെ നമ്മൾ വണ്ടിൻ്റെ ക്ലച്ചൊന്ന് മാറാൻ വേണ്ടി ഇന്നലെ കൊടുത്തിന് ഈ വണ്ടിൻ്റെ. അപ്പോൾ ക്ലച്ചൊക്കെ മാറി തന്നിന്, പക്ഷെ അവിടെ എന്തോ ഒരു ലൈറ്റ് മിന്നുണ്ട്. അത് പോയോ? നമ്മൾ വരെ പോവാം. ഞാൻ പറഞ്ഞില്ല അത് പോവും, ഭക്ഷണം കഴിച്ചാൽ പോവും. ഞാൻ നേരത്തെ അതേമാതിരി വെള്ളം എന്തോ കുടിച്ചപ്പോൾ അത് പോയി. അപ്പോൾ നമ്മൾ ഭക്ഷണം ചോറിന്ന് ഇറങ്ങി അത് പോയി. എന്നാൽ റൂമിൽ പോയി കിടന്നുറങ്ങുക. ഇവിടെ ഉച്ച 12 മണി വരെ ഇവിടെ എല്ലാ ഓഫീസുകളും ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ പോലെ എല്ലാവരും വരെ പോയി കിടന്നുറങ്ങും. നമ്മളാണ് നീക്കൽ 12 മണിക്കാണ്. അത് കഴിഞ്ഞ് നമ്മൾ ചെല്ലുമ്പോൾ ഓഫീസ് പൂട്ടിയിട്ടുണ്ടാവും. ഏതായാലും ഞാൻ ഇവിടെ മലയാളികൾ കുറേ ആളുകളുണ്ട് കേട്ടോ ട്രാഫിക്കിൽ, പോലീസിൽ. ഓര് വരെ നമുക്ക് വേണ്ടി കുറേ പ്രയാസമുണ്ട്. പക്ഷെ എന്താ ചെയ്യുക, ഒരു പറഞ്ഞ മാതിരി തന്നെ ഇവിടെ ഈ രാജ്യത്തിൻ്റെ നേതാവ് അമീർ വന്നാലും ഇവിടെ പേപ്പറില്ല എന്നാണ് അവർ പറയുന്നത്. ചില നേരത്തൊക്കെ അങ്ങോട്ട് പിടിച്ചിട്ടുണ്ടല്ലോ. പക്ഷെ നമ്മളെ കാര്യമായി പോയില്ലേ അല്ല വാവാക്ക? തീർച്ചയായിട്ടും നമ്മളെ ആവശ്യമായതുകൊണ്ട് നമ്മളിങ്ങനെ മുണ്ടാതെ നിൽക്കുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് വർത്താനം പറഞ്ഞാൽ നിങ്ങൾ എന്ത് ഒലക്കമല നാടാ എങ്ങനെ വരെ ടൂറിസ്റ്റുകളെ ക്ഷണിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ അതിന് പറ്റിയൊരു കാര്യങ്ങൾ പ്രൊസീജിയറൊക്കെ അറിയില്ല എന്നുണ്ടെങ്കിൽ എന്തിന് നന്ന് എന്നൊക്കെ പറയണമെന്നുണ്ട്. പക്ഷേ നമ്മളെ കാര്യം നടക്കണമെന്നെങ്കിൽ മുണ്ടാതൊരു ഭാഗത്ത് കുത്തിർക്കുക. കിട്ടുകയാണോ വണ്ടിയിട്ട് പോവാം, അല്ലെങ്കിൽ നമുക്ക് തിരിച്ച് ഇത് ബൈക്ക് വിടാം കേട്ടോ. ബൈക്കാണ് അപ്പോൾ പാട്ടും പാടി പോയി ഇതിലെ. അൽ ബിദ്ദ ആണ് ഇട്ടത്. ലെഫ്റ്റിക്ക് അൽ മുഷേരിബ് ഡൗൺ ടൗൺ. ഡൗൺ ടൗൺ പറഞ്ഞാൽ എന്താ താഴത്തങ്ങാടി അല്ലേ? കുത്തല്ലേ ഇതൊക്കെ ലിമോസിനജി ഇങ്ങനെ പോകുന്നത്. പിന്നെ ഈ വിദ്ദ എന്ന് പറഞ്ഞാലേ പഴയ ദോഹൻ്റെ പേര് കേട്ടോ. വേറെ കാര്യം കൂടി ഉണ്ട്. നമ്മളിവിടെ ഇങ്ങനെ നിന്നിട്ട് വലിയൊരു കാര്യമുണ്ട്. ഇവിടെ ഒന്നാമത് ഏഷ്യ കപ്പ് നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഹോട്ടലൊക്കെ ഫുള്ളാണ്. പിന്നെ ഇപ്പോൾ നിൽക്കുന്ന ഹോട്ടലിൽ ഇപ്പോൾ ഡെയിലി 350-400 റിയാൽ കൊടുത്താണ് അങ്ങനെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇത് നടന്നില്ലെങ്കിൽ ഞാൻ പോവും, ഞാൻ തിരിച്ച് സൗദിക്ക് തന്നെ പോവും. ഖത്തർ നമുക്ക് ഇനി ഖത്തർ നമ്മളോടൊന്ന് നന്നാവട്ടെ, എന്നിട്ട് നമ്മൾ വരും ഖത്തർക്ക്. അവിടെ കറണ്ട് വന്നോ? അതൊക്കെ ഇവിടെ പ്രശ്നം ഒന്നല്ലേ. നല്ല രസം കണ്ടിട്ടു. ചില ഭാഗത്തു കൂടെ ഒക്കെ നോക്കുമ്പോൾ നല്ല രസമാണ് ഖത്തർ. ഇനിയിപ്പോൾ എന്തായാലും നമ്മളെ വണ്ടി കിട്ടാതെ ഖത്തർ രസം തന്നെ ഉണ്ടാവില്ല, ഒരു രസം ഉണ്ടാവില്ല. വണ്ടി കിട്ടണം, എന്നൊക്കെ രസമാണ്. ഇപ്പം നമ്മൾ പോണത് നമ്മളെ റഫീഖ് ഭായ് ഉണ്ട് ഇവിടെ ഖത്തറിൽ. നമ്മളെ വിസ സ്പോൺസർ ചെയ്തേ. ഞാൻ നിലവിലിപ്പോൾ ഞാൻ ഇവിടെ ഒരു അക്കൗണ്ടൻ്റ് ഓഡിറ്ററാണ്, ടൂറിസ്റ്റ് അല്ല. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു വിസ സ്പോൺസർ ചെയ്തൊരു റഫീഖ് ഭായ് ഉണ്ട്, വലതിനാറിൻ്റെ കമ്പനി. വലതിനാർ ഖലീജ് അങ്ങനെ കുറേ ഉണ്ട് അവർക്ക്. അപ്പം അവിടെ ഒന്ന് പോവാം, വിസിറ്റ് ചെയ്യാം. എന്താ പരിപാടി അവിടെ? ഇത് പാട്ടൊക്കെ കേൾക്കാണ്ട്. മാപ്പിള പാട്ടാ? ഇതാണ് അതിൻ്റെ ഭാഗം തന്നെയാണ് ഈ സാധനം. വിസിറ്റ് ഖത്തർ എന്നൊക്കെ പറയാണ്ട് ഇട്ടുന്നത്. പക്ഷേ എങ്ങനെ വരിക? വണ്ടിയിട്ട് വരരുത്. ഇത് ആണ് റഫീഖ് ഭായിട്ടോ. റഫീഖ നമ്മളെ ഖത്തറിലെ സ്പോൺസറാണ് കേട്ടോ. ഖത്തറും സൗദിയും ബെരിക്ക് സ്പോൺസർമാർ. അപ്പോൾ നമ്മൾ ഫുഡ്, നമ്മളെ മെയിൻ പരിപാടി ഫുഡ് കഴിക്കലാണ്. അതിൽ ഖലീജ് റെസ്റ്റോറൻറ്റ്. ഇവിടേക്ക് എന്താ പറയുക? ബിൻ ഉംറാൻ അല്ലേ? ബിൻ ഉംറാൻ. എന്നാലും അതിന് മൊത്തത്തിലൊരു പേര് പറയുമല്ലോ. ബിൻ ഉംറാൻ. ഇപ്പം നമ്മളെ പാറയിൽ എന്നൊക്കെ പറഞ്ഞ മാതിരി സ്ഥലമില്ലേ? ഒന്നുമില്ല, നമുക്കൊരു ആടിൻ്റെ കാല് വേണം. അതിന് വേണ്ടി വന്നാണ് അൽ ഖലീജിൽ. ഇനി രസം ഞാൻ ഇനി കാണിച്ചു തരാം. എല്ലാവരും ഒരേമാതിരി പുള്ളിക്കുന്ന ആൾക്കാരാണെങ്കിൽ രസമാണ്. വാവടായിട്ടല്ലേ? റൈസ് എന്താ പറ്റാത്തുള്ളൂ. എന്താ സാധനം? ആ വേൾഡ് കപ്പിന്റെ ചിഹ്നല്ലേ അവിടെ വെച്ചേ?
ഇപ്പം നമ്മൾ ആ കാണാണ് കേട്ടോ, ദോഹ മുഴുവൻ അവിടെ കണ്ട്. നമ്മൾ ദുബായ് ഇങ്ങനെ കുറച്ച് ബാക്ക് പോയി കാണില്ല, അതേപോലെ. അത് മാത്രമല്ല സുഹൃത്തുക്കളെ, നമ്മൾ തിരിച്ചു പോവാണ്. ഈ വണ്ടി ഇറങ്ങുന്ന ദിവസമേ ഖത്തറിലേക്ക് ഇനി വരുള്ളൂ. ഖത്തറികളെല്ലാവരും ക്ഷമിക്കണം, നമ്മൾ പ്ലാനൊന്നും നടന്നില്ല. വളരെ സഹതാപത്തോടു കൂടി, വളരെ സങ്കടത്തോടു കൂടി ഞങ്ങൾ തിരിച്ചു പോവാണ്. നമ്മൾ പൂർവാധിക ശക്തിയോടെ നല്ലൊരു തീരുമാനമായിട്ട് ഇനി വീണ്ടും വരുന്നുണ്ട് അല്ലേ? ഇൻഷാ അല്ലാഹ്.